Hi friends, it's me Simon, YouTube channel, Simon Rees Facebook, Simon Rees Instagram, welcome to you all. Have a fantastic positive day. ഇന്നലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ദിവസമായിരുന്നു. ഞായറാഴ്ച സാധാരണ കുർബാനയ്ക്കൊക്കെ പോയി. പിന്നീട് വളരെ തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. കൈക്കാരനാണ്, അതായത് ഫിനാൻസ് കമ്മിറ്റി അംഗം പള്ളിയിൽ. സാധാരണ നമ്മുടെ തിരുവനന്തപുരത്തിൽ പറയും കൈക്കാരെന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അച്ഛൻ്റെ ജൂബിലി 50 വർഷമായി കുർബാനയെല്ലാം തുടങ്ങിയിട്ട് എത്രായിരം കുർബാനയാണ് അതിൻ്റെ ഫങ്ഷനാണ്. ഇന്ന് നേരം എടുത്തോളം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നടക്കാൻ പോകുമ്പോൾ ഒരു വലിയ ക്ഷീണമുണ്ട്. നടപ്പ് വേണ്ടെന്ന് വെച്ചു. ഞാൻ ഇന്ന് മോർണിംഗ് വാക്കിന് പോയില്ല. ഇനി ഇടയ്ക്ക് എപ്പോഴും നടക്കാമെന്ന് വിചാരിച്ചു. ഒരു ക്ഷീണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇച്ചിരി ബൂസ്റ്റും പാലും കുടിച്ചപ്പോഴാണ് ഒരു എനർജി ബൂസ്റ്റപ്പ് ചെയ്ത് തുടങ്ങി. അപ്പോൾ തോന്നി ഒരു വീഡിയോ ചെയ്യണം. അപ്പം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തെ ആകെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. ബദ്ധശ്രദ്ധരായിരിക്കണം. അതിനെയൊക്കെ നേരിടാൻ തക്കവിധം നമ്മൾ പ്രാവീണ്യം നേടണം, കഴിവ് നേടണം, അതിജീവിക്കണം. അപ്പോൾ അതെന്താ അതായത് സാധാരണ കടിഞ്ഞൂൽ പൊട്ടന്മാർ പറയരുത്. വീട്ടിൽ 3-4 മക്കളുണ്ട്. ആദ്യത്തെ കുട്ടി വേണ്ടത്ര ഉയർന്നു വരാറില്ല പൊതുവെ. എന്നാൽ അപ്പനും അമ്മയും മിടുക്കരാണേ വരും, അല്ലെങ്കിൽ കടിഞ്ഞൂൽ പൊട്ടനാണ്. അവനറിയില്ല. എന്നാൽ ഇവൻ പഠിച്ചു മുമ്പോഴും അവൻ്റെ പിന്നീടുള്ള കുട്ടികൾക്ക് അവർക്കൊരു മോഡലുണ്ട്. കേരളത്തിലെ നമുക്ക് വന്നിരിക്കുന്ന കാര്യം നമ്മളിപ്പം ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വികസന കാര്യത്തിലും സംസ്കാരത്തിൻ്റെ കാര്യത്തിലും സ്നേഹിക്കുന്നതിൻ്റെ കാര്യത്തിലും കരുണയുടെ കാര്യത്തിലും മറ്റുള്ളവൻ്റെ ദുഃഖത്തിൽ ഇടപെടുന്ന കാര്യത്തിലും പട്ടിണി അകറ്റുന്ന കാര്യത്തിലും എല്ലാം നമ്മൾ മുമ്പിലായിപ്പോയി. ഇപ്പം നമുക്കൊരു മോഡലില്ല. പണ്ട് നമുക്ക് ദാരിദ്ര്യം വന്നപ്പോൾ അമേരിക്കയിൽ നിന്ന് ഗോതമ്പ് കപ്പൽ വന്നതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. അന്ന് അവരൊക്കെ ആയിരുന്നു മോഡൽ. ഇപ്പം നമ്മളാ മോഡൽ. ലോകത്ത് പട്ടിണിയെ അതിജീവിച്ച ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ അത് കേരളം. ഈവൻ അമേരിക്കയിൽ പോലും പട്ടിണിയുണ്ട്. എന്നുവെച്ചാൽ ഇത് ഹോംലെസ് എന്നും പറഞ്ഞ ആളുകൾ നടപ്പുണ്ട്. ഈ കള്ളും കഞ്ചാവൊക്കെ അടിച്ച് ലോൺ അടയ്ക്കാതെ വീട് ജപ്തിയായി സാധനം കൊണ്ട് ഏതെങ്കിലും സ്റ്റോറേജ് ഹൗസിൽ വെച്ചിട്ട് വഴി കിടക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ഗവൺമെൻറ് പുനരുദ്ധരിപ്പിക്കും, പക്ഷെ കുറേ കാലം കിടക്കേണ്ടി വരും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അതിലുമെല്ലാം അതിജീവിച്ചു. ഇവിടെ ഷെൽട്ടറുണ്ട്, ഫുഡുണ്ട്, ക്ലോത്തുണ്ട്, എവരിത്തിങ്. അപ്പം നമുക്ക് മോഡലില്ല. അപ്പം ഇപ്പോൾ പുതിയതായിട്ട് വരാൻ പോകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ വേണ്ട മോഡൽ കൊടുക്കേണ്ട ചുമതല നമുക്കെത്തി. അത്രത്തോളം നമ്മൾ മുമ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. നമ്മളെപ്പോഴും ബദ്ധശ്രദ്ധരായിരിക്കണം. കാലാവസ്ഥ നിരീക്ഷിക്കണം. കാലാവസ്ഥയ്ക്ക് ഒത്ത വസ്ത്രം ധരിക്കാൻ തുടങ്ങണം. അങ്ങനെ മറ്റു രാജ്യക്കാർക്ക് ഒരു മോഡലായി മാറാൻ നമുക്ക് കഴിയണം. എങ്കിലേ നമ്മുടെ ജീവിതത്തിന്. കാരണം ഈ ഒരു കാര്യം ഞാൻ പറയാം. ഈ ഫസ്റ്റ് റാങ്ക്, ചില കുട്ടികളൊക്കെ ഫസ്റ്റ് റാങ്ക് മേടിക്കാനൊക്കെ പാടില്ല, പക്ഷെ അത് നിലനിർത്താനൊരു പാടാന്ന് പറയാം. അപ്പോൾ നമ്മൾ കയറി പോകും, പക്ഷെ അത് നിലനിർത്തണേ വീണ്ടും നമ്മൾ സോഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കണം, എനർജറ്റിക് ആയിരിക്കണം, കറേജിയസ് ആയിരിക്കണം, അഡ്വഞ്ചറസ് ആയിരിക്കണം. അങ്ങനെ മനസ്സിലായോ? നമ്മുടെ നാടിൻ്റെ പൂർണ്ണമായ വളർച്ചയ്ക്ക് നമ്മൾ അതുപോലെ പോകണം. നമ്മുടെ ഈ വയനാട്ടിലെ ദുരന്തത്തിൽ നമ്മളുണ്ടാക്കിയ ടൗൺഷിപ്പ് ലോകത്തിനാകെ അതൊരു മോഡലായി മാറി. ഒരു രാജ്യത്തും ഞാനിങ്ങനെ ഇൻ്റർനെറ്റിലെല്ലാം സെർച്ച് ചെയ്ത് പഠിച്ച് നോക്കി, ഒരിടത്തും ഇങ്ങനെ ഒരു അതായത് ഒരു ഗ്രാമം മുഴുവൻ ഒഴുകി പോകുമ്പം അതിൽ ജയിച്ച ആളുകളെ എവിടെയെങ്കിലുമൊക്കെ ഫ്ലാറ്റിലോ അപ്പാർട്ട്മെൻറ്റിലോ കൊണ്ട് താമസിച്ചാൽ ഗവൺമെൻറ് ഡ്യൂട്ടി കഴിഞ്ഞു. ഇവിടെ അങ്ങനെയല്ല. അവർക്ക് വേണ്ടി മേലിൽ ഭൂമി കുലുക്കം ഉണ്ടാകില്ല എന്ന് ശാസ്ത്രീയമായി തെളിയിച്ച് കേന്ദ്ര അനുമതി വാങ്ങിയ സ്ഥലം വിലയ്ക്ക് വാങ്ങി അവിടെ അവർക്കൊരു ടൗൺഷിപ്പാണ്. ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താ, വെറുതെ കുറേ വീട് വെച്ച് കൊടുത്ത് ഒരു സമ്പന്ന കോളനി ആക്കുകയല്ല ചെയ്തത്. അവർക്ക് ആവശ്യമായ സ്കൂള്, കോളേജ്, ആശുപത്രി, പോസ്റ്റ് ഓഫീസ്, അതായത് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ, അതുപോലെ പിന്നെ ഇത് കൊച്ചുകുട്ടികൾ കേന്ദ്ര ഗവൺമെൻറ് എയ്ഡോടുകൂടി നമ്മൾ നടത്തുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ ഇതെല്ലാം അടങ്ങുന്നൊരു ടൗൺഷിപ്പ്. അപ്പോൾ ഭാവി നമ്മൾ നല്ല ടൂറിസ്റ്റ് ഹോട്ടലുകൾ, നമ്മൾ വയനാട്ടിൽ പോകുമ്പം അവിടെ താമസ സൗകര്യം വളരെ കുറവുള്ള സ്ഥലമാണ്,
പക്ഷേ അടിപൊളി ഒരു ഹോട്ടലും ഒക്കെ അവിടെ വേണം, നല്ല സൂപ്പർ മാർക്കറ്റ്. അപ്പം നമ്മൾ പോകുമ്പോൾ പറയും വയനാട്ടിൽ പോയാൽ നമുക്ക് നമ്മുടെ ടൗൺഷിപ്പിൽ പോകാതെ പോരരുത് എന്ന് പറയും. ഇപ്പോൾ വിദേശത്തുള്ളവരൊക്കെ അതിനെപ്പറ്റി പഠിക്കാൻ വന്നു തുടങ്ങി. എന്താണ് വാട്ട് ഈസ് ദിസ് ടൗൺഷിപ്പ് മെൻ ഫോർ എന്ന് പറയുന്നത്, എന്താ ഇതിൻ്റെ സംഭവം? അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ അവരുടെ സുഖത്തിലും ദുഃഖത്തിലും അവരുടെ ഉത്സവങ്ങളിലും തിരുനാളുകളിലും പെരുന്നാളുകളിലും യോജിച്ച് ജീവിച്ചൊരു സ്ഥലം. അത് മുസൽമാനാകട്ടെ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ എല്ലാം ഉണ്ടായിരുന്നു. ഈ ഉരുൾപൊട്ടൽ വന്നപ്പോൾ എല്ലാവരും തെറിച്ചു പോയി. പക്ഷെ വീണ്ടും അവരെ പുനരധിവസിപ്പിക്കുമ്പോൾ അവൻ്റെ പള്ളിയും അമ്പലവും എല്ലാം ഉള്ള, അവൻ്റെ ഗ്രാമമുള്ള, കളിസ്ഥലങ്ങളുള്ള, കുട്ടികൾക്ക് പഠിക്കാൻ എല്ലാം കൂടെ കൂടി അവർ വീണ്ടും ഒന്നിച്ചു വന്നു എന്നുള്ളതാണ് അതിനകത്തെ മാസ്മരികത. അത് നമ്മൾ ലോകത്തിന് കൊടുത്ത ഒരു മാതൃകയാണ്. അതിപ്പം ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് അത് UDF തള്ളിക്കളയുന്ന കാര്യമില്ല. അവരുടെയും കൂടി ഇത് ഗവൺമെൻറ് കണ്ടിന്യൂഷനല്ലേ. ഇപ്പോൾ വിഴിഞ്ഞം കൊണ്ടുവന്നത് അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ച VS ആണെങ്കിലും അതിനുശേഷം വന്ന ഗവൺമെൻറ്റുകൾ ചെയ്തെങ്കിലും ഉമ്മൻചാണ്ടി സാർ വന്നപ്പോഴാണ് അതിന് എഗ്രിമെൻ്റൊക്കെ ഞാനിപ്പോഴും പറഞ്ഞു, ഞാനന്ന് പല കാര്യത്തിന് മുമ്പും അദ്ദേഹം ഒരു പ്രത്യേക സെക്രട്ടറിയെ തന്നെ വെച്ച് അതിനുവേണ്ടി കാര്യങ്ങൾ നീക്കി. അതിനുശേഷം വന്ന പിണറായി സാർ അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. ഇന്നിപ്പം നാടിൻ്റെ വരുമാനമാർഗമായി സ്രോതസ്സ് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂവേഷനാണ്. അപ്പം ഈ ഗവൺമെൻറ്, നമ്മുടെ VD ഗവൺമെൻറ്റും അവിടെ പോവുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യുകയും നല്ല ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂള് അവിടെ മലയാളം മീഡിയം തന്നെ നമ്മളാരും മലയാളത്തിൽ ജോലി ചെയ്യാൻ നിൽക്കുന്നു. പിന്നെ മലയാളം മീഡിയത്തിന് മലയാളം പഠിപ്പിക്കണം. ഇൻ ദ മീൻ ടൈം വിദേശത്ത് പോകാൻ അതുപോലെ ആ സ്കൂളിൽ ജർമ്മൻ, ഫ്രഞ്ച് ഭാഷകളൊക്കെ പഠിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കണം കുഞ്ഞുങ്ങളെ. ഇതിന് മുമ്പോട്ട് പോകുമ്പം കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ജീവിക്കാൻ പറ്റില്ല. ഇനി ജീവിച്ചു എന്നിരിക്കട്ടെ, എന്നാലും വിദേശത്തെല്ലാം കാണാനൊക്കെ പോകണ്ടേ, കേൾക്കാൻ പോകണ്ടേ, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് അറിയണ്ടേ, വ്യവസായ വിപ്ലവം കാണണ്ടേ. ഈ എക്സിബിഷൻ, വലിയ വലിയ കമ്പനിയുടെ എക്സിബിഷൻ നടക്കുന്നത് ജപ്പാനിലും ദുബായിലും സിംഗപ്പൂരും ഒക്കെയാണ്. അപ്പം വ്യവസായം നടത്തുന്നവർ അവിടെ പോകണം, അവർക്ക് സബ്സിഡി കൊടുക്കണം ഗവൺമെൻറ്. ചെറുകിട വ്യവസായികൾക്ക് ഇതുപോലുള്ള ഇൻഡസ്ട്രിയൽ എക്സിബിഷൻ കാണാൻ പോകാൻ, ജപ്പാനിൽ പോകാൻ, അല്ലെങ്കിൽ സിംഗപ്പൂർ പോകാൻ, അല്ല അബുദാബി അല്ലെങ്കിൽ ദുബായിലൊക്കെ പോകാൻ ഇത് കൊടുക്കണം, എന്നാ പറയുന്നത്, സഹായം കൊടുക്കണം. അപ്പോൾ അവർ പോയി കണ്ട് പഠിക്കട്ടെ, അവർ പോയി അവിടെ പുതിയ പുതിയ മോഡൽ സാധനങ്ങൾ കണ്ടിവിടെ കൊണ്ടുവന്ന് ഇറക്കട്ടെ, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഗവൺമെൻറ് അങ്ങനെ വളരെ ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്ന ഗവൺമെൻറ്. അതായത് ഈ കഴിഞ്ഞ 10 വർഷം ഭരിച്ച ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നമുക്ക് ശ്ലാഘിക്കാൻ പറയാൻ കഴിയുന്ന കാര്യം സപ്പോർട്ടീവായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ് ഉണ്ടായത് കേരളത്തിലാണ്. ഇത് സൈമൺ വർഗീസ് പറയുന്നതോ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ആൾ പറയുന്നത്, ഇത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഫസ്റ്റ്. നമ്മൾ ആദ്യം ഇനി VD അത് ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. VD മിടുക്കനാണ്, ഉയർത്തും. അദ്ദേഹം ഒരു തീക്ഷ്ണശാലിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഉയർത്തട്ടെ. ഉയർത്തിയില്ലെങ്കിൽ അദ്ദേഹം ചവിറ്റുകൊട്ടയിൽ പോകുന്നുള്ള കാര്യത്തിൽ അത് സംശയമൊന്നും വേണ്ട. നമുക്കൊരു മോഡലുണ്ട് നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ. ഒരു മിടുക്കനായ VS എന്ന മുഖ്യമന്ത്രി, അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടി സാറ്, പിന്നീട് വന്ന പിണറായി സാറ്, ഇവരെല്ലാം മോഡൽസായിരുന്നു. അപ്പം VDയും മോഡലാവും ഉറപ്പാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുമ്പോട്ട് പോകണം. നമ്മുടെ വ്യവസായ വാണിജ്യ ഒക്കെ മാറ്റണം. അതുപോലെ മതനിരപേക്ഷത ഊട്ടി ഉറപ്പിക്കണം. ഞാൻ ഓർക്കുകയാണേ, ഞാൻ കഴിഞ്ഞ ദിവസം ഇടയ്ക്കിടയ്ക്ക് ഒരു യാത്രയൊക്കെ പോകുന്നവിടെ പോലെ തന്നെ ഞാൻ ലുലുമാളിൽ പോകും, ഞാനും ഭാര്യയും കൂടെ. അപ്പോൾ അവിടുത്തെ ആ ഒരു കാര്യം എന്താ, വരുന്ന ആൾ വിവിധ ജാതിയിൽപ്പെട്ടത്, മതത്തിൽപ്പെട്ടത്, സാമ്പത്തിക സൗകര്യങ്ങളിൽപ്പെട്ടത്, നല്ല നല്ല വസ്ത്രങ്ങളടിഞ്ഞ് നല്ല നല്ല രീതിയിൽ വരുന്നു. നമ്മൾ ചെറിയ ഷോപ്പിംഗ് നടത്തുള്ളെങ്കിലും ഞങ്ങൾ അതിലേക്ക് നടക്കും, കാണും. വീട്ടിലാവശ്യമുള്ള നല്ല ഫ്രഷ് ആപ്പിൾ മേടിക്കും, പച്ചക്കറി മേടിക്കും. എന്നിട്ട് ഇവരെല്ലാം കാണും, ഇവരുടെ വസ്ത്രധാരണ രീതി, അവരുടെ പെരുമാറ്റം കാണും. നമുക്ക് സന്തോഷമാണ്. ജാതി, മതം, വർഗം, സാമ്പത്തികമോ ഉയർച്ച താഴ്ച ഇതൊന്നും അവിടെ ഇല്ല. അവിടെ ഒരു വാസം നമ്മുടെ ആ ലുലുമാളിൻ്റെ ഉടമയെ യൂസഫ് അലി വളരെ ബ്ലെസ് ചെയ്യപ്പെടേണ്ട ഒരു മനുഷ്യനാണ്. കാരണം നമുക്ക് ഇങ്ങനെ അവസരം തന്നില്ലേ കോട്ടയംകാർക്ക്, അച്ചായന്മാർക്ക്. നമ്മളെല്ലാം അച്ചായന്മാരല്ലേ, കൊച്ചു അച്ചായന്മാരാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ വർഗീയതയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, നമ്മളെല്ലാം വളരെ ഹാപ്പിയാണ്. ഞങ്ങളൊക്കെ ഷോപ്പ് ചെയ്ത് അവിടുന്ന് ഒരു കാപ്പിയൊക്കെ കുടിക്കും. ചിലപ്പോൾ ഞാനിങ്ങനെ ടൗണിൽ പോയിട്ട് വരുമ്പോൾ ഫുഡ് കഴിക്കണമെന്ന് തോന്നിയാൽ ഞാൻ അവിടെ കയറി 250 ഗ്രാം ചിക്കൻ ഫ്രൈഡ് റൈസ് മേടിക്കാം. ഇനിയിപ്പോൾ 82, അടുത്ത കാലം വരെ 75 രൂപയുള്ള 82 രൂപ
ചിക്കൻ ഫ്രൈഡ് റൈസാണ്. പിന്നെ ഒരു സൂപ്പ് മേടിക്കും, 80 രൂപ. സൂപ്പർ അത് നമുക്ക് ആ കപ്പ് നിറച്ച് നമ്മൾ എത്ര എടുക്കുന്നു അതിങ്ങ് തരുക. ഇത്രയൊന്നുമില്ല, ആ കപ്പ് നിറച്ചൊരു നല്ല ഒരു ലിറ്ററോളം ഉണ്ടത്. നന്നായിട്ട് എടുക്കാം, ഞാൻ എടുക്കും. ഇത് മേടിച്ച് അവിടെ നിന്ന് കഴിക്കാം, അല്ലെ വീട്ടിൽ വന്ന് കഴിക്കും. നമുക്ക് മുടക്കത്ര ഒന്നാമതൊരു സൂപ്പർ ഫുഡിന് നമ്മൾ മുടക്കം 150 രൂപയല്ലേ ഉള്ളൂ. അതുപോലെ ചിക്കൻ ബിരിയാണി എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞേ ഒരു കൾച്ചറിൻ്റെ എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നത്, കൾച്ചർ എക്സ്ചേഞ്ച്. കാരണം ഇപ്പോൾ എന്നെപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ അവിടെ ചെല്ലുമ്പം മുതിർന്ന വിദ്യാഭ്യാസ വിചക്ഷണരൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപഠിക്കാൻ പറ്റും. സാധാരണക്കാരൻ എങ്ങനെ പെരുമാറുമെന്ന് കണ്ടുപഠിക്കാൻ പറ്റും. നല്ല വസ്ത്രം എങ്ങനെ ധരിക്കണമെന്ന് കണ്ടുപഠിക്കും. പെൺപിള്ളേരൊക്കെ ഒരുങ്ങി വരുമ്പം നമ്മളത് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം. എൻ്റെ ഭാര്യ പറയും, നോക്കൂ ആ കുട്ടിയെ നോക്കൂ, ഇത് ഭംഗിയാണ്. ഞാൻ പറയും, ഞാൻ നോക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, നിങ്ങൾ 8 സെക്കൻഡിൽ താഴെ നോക്കിയാൽ കുഴപ്പമില്ല. 13 സെക്കൻഡ് ആയാലേ കേസുള്ളൂ. നിങ്ങൾ 8 സെക്കൻഡ് നോക്കിക്കളാൻ പറയാം. ജീവിതത്തിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വേണ്ടേ? അതിൻ്റെ നിയമം അനുസരിച്ച് ഒരാളെ നമ്മൾ നോക്കുമ്പോൾ 13 സെക്കൻഡിൽ കൂടെ നോക്കരുതെന്നാണ്. 8 സെക്കൻഡ് നോക്കിക്കളാൻ എൻ്റെ ഭാര്യ തന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയും, അവൻ നല്ല ചുങ്കൻ ചെക്കനാണല്ലോ, അവൻ്റെ മസിലൊക്കെ കണ്ടോ, നീ നോക്കിക്കൂടി. അപ്പം അവൾ പറയും, ഈ നിയമം എനിക്കും ബാധകമാണ്. ഞാൻ പറയാം, നീ 8 സെക്കൻഡ് നീ നോക്കിക്കോ. സത്യം പറഞ്ഞാലേ നമ്മൾ 15 മിനിറ്റ് കൊണ്ട് നടത്തേണ്ട ഷോപ്പിങ്ങിന് 3 മണിക്കൂർ എടുക്കുന്നുണ്ട്. പക്ഷേ ആ 3 മണിക്കൂർ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഭൗതിക തലത്തിലും വൈജ്ഞാനിക തലത്തിലും കോസ്മെറ്റിക്സിൻ്റെ തരത്തിലും എല്ലാം എന്നാ പറയുക, കോസ്റ്റ്യൂം തരത്തിലും എല്ലാം അത് പ്രയോജനപ്പെടുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ പോകാം, ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല. ലുലുവിൽ പോയെന്ന് വെച്ചാൽ അധികമൊന്നും മേടിക്കാൻ നിൽക്കണ്ട, പക്ഷേ കുറച്ചേ മേടിക്കുള്ളൂ. നിങ്ങൾ ഫാമിലി ആയിട്ടേ പോകാവുള്ളൂ. ഭാര്യയും ഭർത്താവും കൂടെ പോകണം, കുഞ്ഞുങ്ങളുണ്ട് അവരെയും കൂട്ടിക്കൊണ്ട് പോകണം. ഞാൻ എൻ്റെ മോൾക്ക് ഇവിടെ അവൾ പറയും, ഞാൻ പോയി വേണ്ട, നമുക്ക് എല്ലാവരും കൂടെ പോകാം. ഞാൻ ആ കുഞ്ഞുങ്ങളൊക്കെ ഇടയിലില്ലെന്നാണ് അവരുടെ ഒരു സന്തോഷം. ഒരു കൊച്ചുണ്ടാപ്പിയാണ് ഞങ്ങൾക്കൊരു പൊന്നുമോനാണ്, എൻ്റെ ഇളയ ഗ്രാൻഡ് സണ്ണാണ്. അവൻ്റെ പേര് കേലിബ്. അവൻ്റെ മൂത്തതാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജോഷുവ. മോസസിന് ശേഷം വിശുദ്ധനാട്ടിൽ കയറിയത് ജോഷുവയുടെ അനുയായിരുന്നു കേലിബ്. അങ്ങനെ മക്കൾക്ക് എങ്ങനെ ബിബ്ലിക്കൽ പേര്. ജോവാനയാണ് മൂത്തത്. മോൻ്റെ പിള്ളേരാണ് ലൂക്ക, എയ്ഡൻ. അപ്പോൾ ഈ കേലിബിനെയും കൊണ്ടുപോകാം. അപ്പോൾ കേലിബും മമ്മിയും വീട്ടിൽ നിൽക്കട്ടെ, അവൻ ഒന്നും കാണിക്കത്തില്ല, നമുക്കെല്ലാം പോകുന്നത്. ഞാൻ പറയും, നോ അവനെ കൊണ്ടുപോകണം. ഞാൻ പറയുന്നത് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ ആൾക്കൂട്ടം, കുട്ടികൾ അതിനിടെ കളിക്കുന്നത്, അത് അവൻ്റെ മനസ്സിലുണ്ടാക്കുന്ന അറിവുണ്ടല്ലോ, ഭയങ്കരമാണ്. ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ അവനെയും കൊണ്ടുപോകും. മോള് പപ്പയോട് ഞാൻ ഏറ്റു. പക്ഷെ അവൻ നന്നായിട്ട് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നത് കേലിബായിരിക്കും. അപ്പോൾ അവൻ അതാണ് മനസ്സിലാക്കേണ്ടത്. അവൻ്റെ മനസ്സിലുണ്ടാകുന്ന അറിവ്. ഈ വിവിധതരം കുട്ടികൾ, വിവിധതരം ചോയ്സ്, വിവിധതരം ആളുകൾ, വിവിധതരം ഡ്രസ്സ്, കളർഫുൾ, അവരുടെ മുമ്പിൽ ഒരാൾ കളിക്കാനുള്ള അവൻ്റെ ശ്രമം. അപ്പോൾ മനസ്സിലാക്കുക, അവൻ്റെ ആ ഹൃദയം വിജൃംഭിതമാകുക എന്ന് പറയും. അവൻ്റെ പുതിയ ക്യാൻവാസ് കാണുക ചെയ്യുന്നത്. ഇത് നമ്മൾ ഓരോരുത്തരും ചെയ്യണം. ആ ഒരു പുതിയ അറിവുകൾ അത് നാമും ആർജിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളും ആർജിക്കണം, നമ്മുടെ കൊച്ചുമക്കളും ആർജിക്കണം. മനസ്സിലായില്ലേ? എവറി മൊമെൻറ്റ് ഇൻ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദി വേൾഡ്, അറൗണ്ട് ദി യൂണിവേഴ്സ്. മാറ്റങ്ങളാണ് ലോകത്ത് മുഴുവനായി. നിങ്ങൾ ഇന്നലെ കണ്ട കാര്യമല്ല ഇന്ന് കാണുന്നത്. അപ്പം വി മസ്റ്റ് സ്പെയർ സം ടൈം ദെയർ. ഓഫ് കോഴ്സ് നമുക്കറിയാം, പഠിക്കണം, വായിക്കണം, പ്രാർത്ഥിക്കണം, ഇതെല്ലാം വേണം. അതോടൊപ്പം എൻ്റർടൈൻമെൻറ്റും വേണം, യാത്രകൾ വേണം. ചുമ്മാ എന്തിനാ ഒത്തിരി പണമൊന്നും. നിങ്ങൾ ചുമ്മാ രാവിലെ ഇവിടുന്ന് ഒരു 10 മണിയാകുമ്പോൾ ഒരു ട്രെയിനുണ്ട്, അതേ കയറി ഒരാൾക്ക് 15 രൂപയുള്ള എറണാകുളത്ത് പോകാം. നിങ്ങൾക്ക് അവിടെ പോയി മെട്രോയെ കയറാം. മെട്രോ 20 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഫോർട്ട് കൊച്ചി പോകാം. ഫോർട്ട് കൊച്ചിയൊക്കെ നടന്ന് കാണാം. തിരിച്ച് ഇങ്ങേപ്പുറം വന്ന വൈപ്പിനി പോകാം. ഒരു 3 മണിയാകുമ്പം വന്നാൽ നിങ്ങൾക്ക് മറൈനി വന്നാൽ മറൈനിൻ്റെ അതിലേക്ക് നടക്കാം, ചായ കുടിക്കാം, നല്ല പരിപ്പ് വട ബോണ്ട കഴിക്കാം. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് മെട്രോയിൽ കയറി ആലുവ വരെ പോകാം. തിരിച്ച് നിങ്ങൾക്ക് 6 മണിക്കൊരു ഷട്ടിൽ ട്രെയിനുണ്ട്, അതിൽ ഇതുപോലെ തന്നെ ഒരു 15 രൂപ കൊടുത്താൽ കോട്ടയത്ത് തിരിച്ചെത്താം. എത്ര മുടക്കി? ആകെപ്പാടെ 300-400 രൂപ മുടക്കി. നിങ്ങൾ ആരായി? ഇന്നലെ നിങ്ങൾ ഈ 30 വയസ്സായിട്ട് ജനിച്ച ഒരു യുവാവാണെങ്കിൽ ഈ യാത്ര കഴിയുമ്പോൾ നിങ്ങൾ 25 വയസ്സുള്ള യുവാവായി മാറും. നിങ്ങൾ 60 വയസ്സുള്ളൊരു മനുഷ്യനായിട്ടാണ് പോയതെങ്കിൽ ഈ ഒരു ദിവസം വിനിയോഗിച്ച് തിരിച്ചു വരുമ്പം നിങ്ങൾ 55 വയസ്സുകാരൻ്റെ ആരോഗ്യവും ബുദ്ധിയും ബോധവും നിങ്ങൾക്കുണ്ടാകും. ഇതൊക്കെയാണ് നമ്മുടെ ഈ
യാത്രകൾ കൊണ്ടും നമ്മുടെ ഈ പഠനങ്ങൾ കൊണ്ടും നമുക്കുണ്ടാകുന്ന ഗുണം. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ചോദിച്ചിട്ട് നമുക്ക് എന്തെല്ലാം ഉണ്ട് നമ്മുടെ കേരളത്തിൽ? ശുദ്ധവായു, ശുദ്ധമായ വെള്ളം, നല്ല മനുഷ്യർ, നല്ല നല്ല സ്നേഹമുള്ള ആളുകൾ, ഇതെല്ലാം ഉണ്ടല്ലേ. എന്നിട്ട് നമ്മുടെ ആളുകൾക്ക് 70 വയസ്സാകുമ്പോൾ മരിച്ചു പോകുന്നത് 70, 75, 80 ആകുമ്പോൾ. ഇപ്പം ഗവൺമെൻറ് കണക്കിന് 82 വയസ്സാണ്. എന്നാലും പഴയ ആളുകളും 70 കഴിയുമ്പോഴേ ഞാൻ ഓർക്കുക, ഈ പുരോഹിത വർഗ്ഗമൊക്കെ ഇല്ലേ, അവരൊക്കെ മദ്യപിക്കാത്തവരും 99% നല്ല ആളുകളാണ്. അപ്പോൾ ആ നല്ല ആളുകൾ മദ്യപിക്കാത്തവരൊക്കെയാണ്, പുകവലിക്കാത്തവർ. പക്ഷേ അവരുമൊക്കെ 75, 80 വയസ്സാകുമ്പോൾ മരിച്ചു പോവുക. എന്താ കാര്യം അറിയാമോ? നമ്മുടെ മനസ്സിന് നമ്മൾ കൊടുക്കുന്ന ഒരു അറിവാണ്. ഇപ്പോൾ ജപ്പാനിലെ മനുഷ്യൻ, അവന് 110 വയസ്സ് താന്നൊരു ചിന്തയില്ല, 145 വയസ്സ് വരെ അവർ പോവും. ഈ ജപ്പാനിൽ ഭൂകമ്പമുണ്ട്, അവിടെ പണ്ട് ആറ്റം ബോംബ് വീണതാണ്, അവിടെ ഇല്ലായ്മയാണ് കൂടുതൽ, ഉള്ളായ്മയല്ല. കേരളത്തിലോ ഉള്ളായ്മയുള്ളത്, ഇല്ലായ്മയില്ല. ഇവിടെ നല്ല നമുക്കൊരു ബനിയനും നിക്കറുണ്ട് ഈ കേരളത്തിൽ ജീവിക്കാം അല്ലേ. നമ്മൾ മദ്യപിക്കാതെയും പുകവലിക്കാതെയും ഇരുന്ന് നമ്മുടെ മനസ്സിൽ, ഞാനിപ്പോൾ 110 വയസ്സാണ് ഞാൻ എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോലും. കാരണം കുറേ ആകുമ്പോൾ എൻ്റെ നിലവിലുള്ള BCom MBAയും ഒന്നും പറ്റാതെ വരും. അതുകൊണ്ട് ഞാനിപ്പോൾ MA സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുക. നൗ ഐ ആം ഇൻ മൈ 67+. യു മസ്റ്റ് സീ ദാറ്റ്. ദി മീൻ ടൈം ഇത് കഴിഞ്ഞ് ഞാൻ LLBക്ക് പഠിക്കാനിരിക്കുക. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വർക്ക് ചെയ്യണം ആസാനായിട്ട്. 110 വയസ്സ് വരെ പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ 80-90 നല്ല ജില്ലെന്ന് നിൽക്കണം. വണ്ടി ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായി ചത്തില്ലെങ്കിൽ നമ്മൾ എന്നൊക്കെ പറഞ്ഞാൽ, എനിക്ക് മരണത്തെ ഭയം, ക്രിസ്ത്യാനിയാണ്, ഞങ്ങൾക്ക് മരണം ഒരു ഭയം. ഇവിടെ ഒരു ടെമ്പററി ഷെൽട്ടറാണ് ഭൂമിയിലുള്ളത്. നമുക്ക് ആത്യന്തികമായി നമ്മുടെ സ്വർഗ്ഗമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് എൻ്റെ ലക്ഷ്യം അത് തന്നെ. അതിനുവേണ്ടി ഞാൻ ജീവിക്കുന്നതും അതിനനുയുക്തമായ രീതിയിൽ കൽപ്പനകൾ പാലിച്ചാണ് ജീവിക്കുന്നത്. ഈശോ തന്ന കൽപ്പന, ഈശോ സ്വന്തം കൈപ്പടയിൽ എഴുതി തന്ന പാറപ്പുറത്ത് എഴുതിയ കൽപ്പനകൾ അത് പാലിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ അതിൽ തന്നെ പറയാം, നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം, നിൻ്റെ അങ്ങനെ അതെല്ലാം ഉണ്ട്. എൻ്റെ മീൻ ടൈം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് പോകണം 110 വയസ്സ് വരെ പോകാം. അത് നമ്മുടെ മനസ്സിൽ ഇത് കൊടുക്കണം. നിങ്ങൾക്ക് 110 വയസ്സാണ് എൻ്റെ മിനിമം ജപ്പാൻ ഏജ്, എനിക്ക് വേണം, കേരളത്തിലെ ആളുകൾക്ക് അത്രയും വേണമെന്നുള്ള ഒരു പ്രജ്ഞ നിങ്ങൾ, അല്ലെങ്കിൽ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ കൊടുത്താൽ അതനുസരിച്ച് നിങ്ങളുടെ സിസ്റ്റം വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇപ്പം നിങ്ങൾ 70 കഴിഞ്ഞു വയസ്സായി മഞ്ഞ് ഇപ്പം പോയാൽ മതി എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ 75 വയസ്സാകുമ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന അന്ന് തൊട്ട് നിങ്ങളുടെ ഓരോ ആന്തരിക അവയവങ്ങൾ സ്റ്റാൻഡ് സ്റ്റില്ലാകാൻ തുടങ്ങും. ഈ ശാസ്ത്രീയമായ പഠനം കാണിക്കുന്ന അങ്ങനെ. നിങ്ങളൊരു വലിയ മഹാ കമ്പ്യൂട്ടറാണ്. ഈ കമ്പ്യൂട്ടർ നിങ്ങൾ ആഗ്രഹിക്കും 70 വയസ്സിന് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയാൽ അപ്പോൾ തൊട്ട് നിങ്ങളുടെ ഓരോരോ സ്കില്ലുകൾ കുറയാൻ തുടങ്ങും. അവസാനം സ്റ്റാൻഡ് സ്റ്റില്ലായി ഒരു ദിവസം കടത്തിൽ കിടക്കും, മടിയായി പോകും. അങ്ങനെ കൊടുക്കരുത്. നിങ്ങൾ 110, 120 എന്നേക്കാൾ മിടുക്കരാണ് നിങ്ങളിപ്പോൾ ഒരു 130 ആകെ. ജപ്പാനിൽ 145 വയസ്സൊക്കെയാണ് പോകുന്നത്. അതിനേക്കാൾ നല്ല രാജ്യമാണ് നമ്മുടെ കേരളം. ഇത്രയും നല്ല ശുദ്ധജലം, ശുദ്ധവായു, ഏറ്റവും എനിക്ക് അട്രാക്റ്റീവ്, ഇത്രയും നല്ല മനുഷ്യർ, മതസഹിഷ്ണുത, ജാതി, മതം, വർഗം, പണം, ഇതൊന്നും നമ്മളെ സാധിക്കും. നമ്മളെല്ലാം ഒറ്റ കെട്ടായിട്ട് പോകല്ലേ. ഇത്രയും നല്ല ഭൂമി. അപ്പോൾ നമുക്കിവിടെ 110 വയസ്സ് മിനിമം. ഞാൻ എന്നെപ്പോലെ അത്ര വലിയ ആളൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ 110 വയസ്സ്. നിങ്ങളൊക്കെ 125, 130 ഫിക്സ് ചെയ്യണം. മനസ്സിനോട് പറയണം, എനിക്ക് 130 വയസ്സ്. ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഈ കാലാവസ്ഥയ്ക്ക് ചേരാത്ത മദ്യപാനം ഞാൻ നടത്തില്ല, എൻ്റെ ശരീരത്തെ തകർക്കുന്ന പുകവലി ഞാൻ നടത്തില്ല, ഡ്രഗ് എടുക്കത്തില്ല, ഞാൻ ധാരാളം പച്ചക്കറികൾ കഴിക്കും, ധാരാളം പഴവർഗ്ഗങ്ങൾ കഴിക്കും, ഞാൻ ഒത്തിരി ഭക്ഷണം കഴിക്കത്തില്ല, ആവശ്യത്തിനേ കഴിക്കൂ. ജപ്പാൻകാർ 3/4 വയറിൽ കൂടുതൽ കഴിക്കും. എത്രയും വലിയ സദ്യയാണെങ്കിൽ 3/4 അല്ലെങ്കിൽ അര വയറേ കഴിക്കത്തുള്ളൂ. ഈ വയർ കുത്തി നിറയ്ക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പം ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷണം അധികം കഴിക്കാതിരിക്കുക. നമ്മളെ കൂടുതൽ കഴിക്കുന്ന പ്രശ്നം. ഓസി കിട്ടിയെന്ന് ആസിഡും കുടിക്കരുത്, ആവശ്യത്തിന് മാത്രം കഴിക്കുക. കുറച്ച് അര വയറ് കഴിക്കുക. പ്രത്യേകിച്ച് ഡ്രൈവർമാർ ഒരു കാരണവശാലും അര വയറ് കൂടുതൽ കഴിക്കരുത്, ഉറങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആയുസ് ദൈർഘ്യം 110. പക്ഷേ അങ്ങനെ പോകുമ്പോൾ ഒരു കാര്യം, നിങ്ങളുടെ എഡ്യൂക്കേഷൻ വയസ്സൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങളൊരു ഏണിംഗ് മെമ്പറായിരിക്കണം. 90 വയസ്സിലും അമേരിക്കയിലൊക്കെ ഇരുന്ന 88 വയസ്സായ അമ്മച്ചിമാർ ബാങ്ക് മാനേജറായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഉയർന്നു വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രമിക്കാം. എൻ്റെ വീഡിയോകളിൽ അതൊക്കെ ഇനിയും പറയും. ഇപ്പോൾ സമയം ഒത്തിരി 20 മിനിറ്റ് ആകാൻ പോകുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. ബി ബ്രേവ് ആൻഡ് ബോൾഡ് ഓൾവേസ്. വി മസ്റ്റ് കൈൻഡ് അതേഴ്സ് ആൻഡ് ലേൺ ടു behave
എന്താ പറയുക, നമുക്കൊന്ന് താഴ്ന്നു കൊടുക്കാനായിട്ട് പഠിക്കാം, വിനയത്തിൽ ജീവിക്കാൻ പഠിക്കാം. ഓക്കെ, ആർട്ടിഫിഷ്യൽ വിനയമല്ല, അഭിനയ വിനയമല്ല, ഹൃദയത്തിൽ നിന്ന് വരുന്ന വിനയം വേണം. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.